കരുനാഗപ്പള്ളി പാവമ്പ സ്വദേശി മണിക്കുട്ടന് അഭയമൊരുക്കി പത്തനാപുരം ഗാന്ധിഭവൻ. പക്ഷാഘാതം പിടിപെട്ട് ചികിത്സയിലായതോടെ ഇയാളെ ബന്ധുക്കൾ ഉപേക്ഷിക്കുകയായിരുന്നു. CR മഹേഷ് MLA ഇടപെടലിലൂടെയാണ് ഇയാളെ ഗാന്ധിഭവൻ ഏറ്റെടുത്തത്. പ്രവാസ ജീവിതം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഭാര്യയും ഭർത്താവുമായി ചില ആശയക്കുഴപ്പങ്ങളുണ്ടായതിൻ്റെ ഭാഗമായി അവർ രണ്ടായി താമസിക്കുകയാണ്. വാർഡ് മെമ്പർ അടക്കമുള്ള ആൾക്കാർ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ഇദ്ദേഹത്തിന് വേണ്ട ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മുമ്പോട്ട് സംരക്ഷിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഇപ്പോഴാണ് ഗാന്ധിഭവനുമായിട്ട് ആലോചിച്ചുകൊണ്ട് പാവുമ്പ തെക്ക് കുറ്റിയിൽ വീട്ടിൽ മണിക്കുട്ടനാണ് ഗാന്ധിഭവൻ അഭയമൊരുക്കിയത്. കഴിഞ്ഞ 6 മാസമായി പക്ഷാഘാതം പിടിപെട്ട് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വീട്ടിലെത്തിയ ശേഷം പരിചരിക്കാൻ ആളില്ലാതെ നാട്ടുകാരുടെ സഹായത്താൽ കഴിഞ്ഞ മണിക്കുട്ടനെക്കുറിച്ച് മാധ്യമവാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മണിക്കുട്ടനെ ഗാന്ധിഭവൻ ഏറ്റെടുത്തത്. CR മഹേഷ് MLA ഇടപെടലിലായിരുന്നു മണിക്കുട്ടനെ ഗാന്ധിഭവൻ ഏറ്റെടുത്തത്. ഒരു സൈഡ് പാരാലിസായി ഇപ്പോൾ അയാൾക്ക് നടക്കാൻ കഴിയുന്ന സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലല്ല. പ്രമേഹം കലശലായി ബാധിച്ചു, കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്ത് തന്നെയാലും ഇയാൾക്ക് അടിയന്തരമായി ചികിത്സ നൽകണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പത്തനാപുരം ഗാന്ധിഭവന്റെ അമരക്കാരൻ സോമരാജൻ സാറും മകൻ അമലും ഇതിനകത്ത് സജീവമായി ഇടപെടുകയും ഇദ്ദേഹത്തെ ഏറ്റെടുക്കണമെന്ന് നിർദ്ദേശം തരികയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 8 വർഷത്തോളമായി സൗദി അറേബ്യയിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു മണിക്കുട്ടൻ. ഇതിനിടയിലാണ് അസുഖം പിടിപെട്ടത്. തുടർന്ന് നാട്ടിലെത്തിയ മണിക്കുട്ടനെ ബന്ധുക്കളും കൈയൊഴിഞ്ഞു. റിട്ടയർഡ് SI ശശിധരൻ, ശ്രേയസ്, ധർമ്മരാജൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തുളസി, UDF തഴവ മണ്ഡലം ചെയർമാൻ KP രാജൻ, CPM ഏരിയ കമ്മിറ്റി അംഗം സരസൻ, ഗാന്ധിഭവൻ കോർഡിനേറ്റർ സിദ്ദിഖ് മംഗലശ്ശേരി എന്നിവർ മണിക്കുട്ടനെ ഏറ്റെടുക്കുന്ന ചടങ്ങിന് സാക്ഷിയായി. വാർഡംഗം ബിജുവിന്റെ നേതൃത്വത്തിലാണ് മണിക്കുട്ടനെ ഗാന്ധിഭവന് കൈമാറിയത്. ന്യൂസ് ബ്യൂറോ, തഴവ.